ബട്ടർഫ്ലൈസ്. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ജൈമിനി മഹാഭാരതം എന്ന പുസ്തകം രചിക്കപ്പെട്ടതിന് പിന്നിലെ രസകരമായ ഒരു കഥയാണ് ഇന്നത്തെ നമ്മുടെ ബട്ടർഫ്ലൈസ്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധഭൂമിക്ക് മുകളിലൂടെ ഗർഭിണിയായ ഒരു തത്ത പറന്നുപോയി. പെട്ടെന്നൊരസ്ത്രം അതിൻ്റെ വയറ്റിനുള്ളിലേക്ക് തുളച്ചു കയറി. തത്തയുടെ മുറിഞ്ഞ വയറ്റിനുള്ളിൽ നിന്നും 4 മുട്ടകൾ പുറത്തു ചാടി. അവ താഴെ വീണെങ്കിലും പൊട്ടിയില്ല. കാരണം പടയാളികളുടെ രക്തം വാർന്ന് നനഞ്ഞു കുഴഞ്ഞ മണ്ണിലായിരുന്നു ആ മുട്ടകൾ വീണത്. പെട്ടെന്ന് പടക്കളത്തിലെ ഒരാനയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന മണി അഴിഞ്ഞ് താഴെ വീണു. തത്തയുടെ മുട്ടകളെ മൂടിക്കൊണ്ടായിരുന്നു അത് വീണത്. അങ്ങനെ മണിയുടെ സുരക്ഷിതത്വത്തിൽ കേടുപാടുകളൊന്നും പറ്റാതെ ആ മുട്ടകൾ ഒരുപാട് നാളിരുന്നു. ഒരു ദിവസം ആ മുട്ടകൾ വിരിഞ്ഞു. യുദ്ധം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. മുട്ട പൊട്ടി പുറത്തു വന്ന തത്തക്കുഞ്ഞുങ്ങൾക്ക് ചുറ്റും നടക്കുന്ന യുദ്ധത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളും മരിച്ചു വീഴുന്ന ഭടന്മാരുടെ മനസ്സുമൊക്കെ കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഒടുവിൽ യുദ്ധം അവസാനിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം യുദ്ധഭൂമി വൃത്തിയാക്കാനായി ചില ഋഷിമാർ അവിടെ എത്തിയപ്പോൾ താഴെ വീണിടക്കുന്ന മണി കണ്ടു. അത് പൊക്കി നോക്കിയപ്പോഴോ മണിയുടെ അടിയിൽ സുരക്ഷിതരായിരിക്കുന്ന തത്തക്കുഞ്ഞുങ്ങളെ അവർ കണ്ടു. യുദ്ധം കഴിഞ്ഞിട്ടും ഭാഗ്യം കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടിയ തത്തക്കുഞ്ഞുങ്ങളെ കണ്ട് ഈ ഋഷിമാർ ആശ്ചര്യപ്പെട്ടു. ഇത്രയും നാൾ യുദ്ധഭൂമിയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കഴിഞ്ഞ തത്തക്കുഞ്ഞുങ്ങൾ മറ്റാരും കേൾക്കാത്ത പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാകുമെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ ഋഷികൾ ആ തത്തക്കുഞ്ഞുങ്ങളെ ആശീർവദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് മനുഷ്യരുടെ ഭാഷ സംസാരിക്കാനുള്ള കഴിവ് നൽകുകയാണ്. യുദ്ധഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വിജ്ഞാനം ലോകത്തെല്ലാവരുമായി നിങ്ങൾ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഋഷിമാർ പോയി. അങ്ങനെ മഹാഭാരതം എഴുതിയ വ്യാസന് പോലും അറിയാത്ത കഥകൾ ആ 4 തത്തക്കുഞ്ഞുങ്ങൾക്കും അറിയാമായിരുന്നു അത്രേ. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ജൈമിനി മഹർഷി തത്തകൾ പറഞ്ഞ കഥകൾ കേട്ട് പകർത്തി എഴുതിയതാണ് ജൈമിനി മഹാഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടത്. മഹാഭാരതത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ വിവരണമാണ് ഇതിലുള്ളത്. അങ്ങനെ തത്തകൾ പറഞ്ഞ കഥ ലോകം മുഴുവൻ അറിഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് തത്തകൾ സംസാരിക്കാൻ തുടങ്ങിയത് എങ്ങനെയെന്ന് അറിയാൻ കഴിഞ്ഞല്ലേ? അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും തൽക്കാലം വിട പറയുന്നു. ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.